അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ. അപ്പോൾ മോൻ ഈ റൂമിൽ എന്താ കിടക്കണം എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോ കൂടെ കാണാൻ കേട്ടോ. എന്തിനാ കിടക്കണമെന്ന് നല്ല അനുസരണയുള്ള പൊന്നാണേ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അല്ലേ പൊന്നോ? എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ, വാ. എല്ലാവർക്കും വെൽക്കം ചെയ്തൊരു ഹായ് കൊടുത്തേ പൊന്നോ. ചേച്ചി ചേട്ടന്മാർക്കൊക്കെ കൊടുത്തേ ഹായ്. കിടന്നും കൊണ്ട് ഹൈ തരുന്നേ പൊന്നോ. പൊക്കിത്താ ഇത് ഈ കൈയുണ്ട് തന്നെ. ഹായ് കിടന്നും കൊണ്ടാടാ കള്ള കൊടുക്കുന്നത്. കിടന്നും കൊണ്ട് കൊടുക്കുന്നത് മര്യാദയാണോടാ കള്ള? ഹായ് കിടന്നും കൊണ്ടാണ് ആടാ കള്ള കൊടുക്കുന്നത്. അപ്പോൾ കള്ളൻ കിടന്നും കൊണ്ട് തരുന്നു മമ്മിക്ക്. നമ്മുടെ പൊന്ന് ഒരു ഹായ് കൊടുത്തേ. ഹായ് എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ്. അപ്പം എൻ്റെ മോന് പറഞ്ഞാൽ അറിയാട്ടോ, കിടന്നും കൊണ്ട് തരുന്നത് മര്യാദയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് ഇരുന്നും കൊണ്ട് തന്നു. ഹായ്. ഒന്നും കൂടെ ഹായ്. ഇപ്പുറത്ത് ഓക്കെ ഇരുന്നോട്ടെ, മമ്മ വരാം. ഫ്രണ്ട്സ്, നമ്മുടെ ഒരുപാട് വർഷത്തെ അക്വഗാർഡാണ് ചീറ്റായിപ്പോയേ. അപ്പോൾ പുതിയ അക്വഗാർഡ് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആൾ. കാണിച്ചുതരാം. അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് പുതിയ അക്വഗാർഡ് മേടിച്ച് വെച്ചു. നമ്മുടെ അക്വഗാർഡ് ഫിറ്റായിക്കണ്ടേ. നമ്മുടെ പഴയ ഫിൽറ്റർ ചീത്തയായി പോയില്ലേ. അപ്പം നല്ല വെള്ളമൊക്കെ കുടിക്കണ്ടേ ഈ ചൂടത്ത് നല്ല വെള്ളം എൻ്റെ പൊന്നിന് തരണ്ടേ. അപ്പോൾ പൊന്നിന് തന്നില്ലെങ്കിൽ വയറുവേദനയും വയറിളക്കമൊക്കെ പിടിക്കത്തില്ലേ. നല്ല വെള്ളം തരണ്ടേ സ്കൂബിക്ക് അല്ലേ? അപ്പോൾ അവർ ലേബേഴ്സ് അവിടെ ഫിറ്റ് ചെയ്യണം നമ്മുടെ പുതിയ മെഷീൻ. എൻ്റെ പൊന്നിന് വെള്ളം തരണം, നല്ല വെള്ളം തരണം. ഇല്ല എൻ്റെ പൊന്നിന് വയറുവേദന എടുക്കും, ഇല്ലേ പൊന്നിന് വയറിളക്കം പിടിക്കും. അപ്പോൾ നമ്മൾ നല്ല വെള്ളമൊക്കെ തരണ്ടേ. അപ്പോൾ എൻ്റെ പൊന്ന് അനുസരണയോടെ ഇരിക്കുന്നു. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ദീപക്ക് തുടക്കണം. അപ്പോൾ തുടച്ച് കഴിഞ്ഞ് ദീപക്ക് അവിടെയൊക്കെ വെള്ളമല്ലേ, ആ വെള്ളത്തിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ റൂമിൽ വന്ന് അവനോട് ഞാൻ പറഞ്ഞു, ദീപക്കൊക്കെ തുടക്കണം, മോൻ ഇവിടെ വരെ. അപ്പോൾ കൊച്ചി ഇവിടെ വന്നു. അപ്പോൾ അവിടെ ഒരാൾ പോയി കേട്ടോ. അവരുടെ എന്തോ ഒരു അയണിൻ്റെ ഒരു സിലിണ്ടറൊക്കെ ഉണ്ട്, അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പോയി. ഒരാളുണ്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ ഫിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം അവനെ തുറന്ന് വിടാൻ. എൻ്റെ മോന് നല്ല വെള്ളമൊക്കെ കുടിക്കാനില്ലേ. നമുക്ക് നല്ല വെള്ളം കുടിക്കണ്ടേ. കൽക്കട്ടയിലൊക്കെ വെള്ളം ചീത്തയാണ് പൊന്നു. അപ്പോൾ നല്ല വെള്ളം കുടിക്കാനല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. എൻ്റെ പൊന്നിന് നല്ല വെള്ളം തരണം, അല്ലെങ്കിൽ വയറുവേദനയും അയ്യോ വയറൊക്കെ സൂക്കേടി വരുവേ. എൻ്റെ പൊന്നിന് ഉവാച്ചി വരുവേ. എൻ്റെ പൊന്നിന് നല്ല വെള്ളം തരണമേ. പൊന്ന് നല്ല മോനാണ് കേട്ടോ, നല്ല അനുസരണയാട്ടോ. ഓരോ പെറ്റുകളും ഓരോന്നല്ലേ. നല്ല അനുസരണ കേട്ടോ. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വരും. അത്ര വലിയ മൂടൗട്ടാകുമ്പോഴാണ് അവൻ വരാത്ത കേട്ടോ. ഭയങ്കര അനുസരണ. നമ്മൾ ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് വാ, ദീപക്ക് തുറക്കണം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ദീപക്ക് വരുമ്പോഴേ അവൻ ആ റൂം തുറക്കുമ്പോഴേ അവൻ വന്ന് കിടക്കും. പിന്നെ കാലിൽ വെള്ളം നനയില്ലേ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും. അപ്പുറത്ത് പണിക്കാർ വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇലക്ട്രീഷ്യൻ വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അവനെ എല്ലാം അറിയാൻ കേട്ടോ. നല്ല അനുസരണയുള്ള കുട്ടിയാണ് സത്യത്തിൽ. ഞാൻ ഓർക്കും കേട്ടോ, നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെ അനുസരണശീലം പഠിപ്പിച്ചാൽ കുട്ടികളെ പോലെയാണ് ഇവർ. നല്ല അനുസരണയായിട്ട് വരും. നമ്മുടെ മക്കളെയൊക്കെ അനുസരണ പഠിപ്പിക്കാറില്ലേ, അന്ന് പറഞ്ഞ പോലെ അനുസരണയോടെ. പക്ഷേ ഇവനോട് ദേഷ്യത്തിൽ പറഞ്ഞാൽ ഒന്നും കേൾക്കൂല കേട്ടോ. പക്ഷേ ഇവന് ഓട്ടോമാറ്റിക്കലി ഇപ്പം ദീപക്കൊക്കെ വരുമ്പോൾ ഇവന് തന്നെ വന്ന് ഈ റൂമിൽ കിടക്കാനൊക്കെ അറിയാം കേട്ടോ. പറയേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഉറക്കത്തിലാണെങ്കിൽ ഞാൻ പറയും, മോനെ അപ്പുറത്തെ റൂമിൽ ചെന്ന് കിടക്കെന്ന് പറഞ്ഞാൽ അവൻ കിടക്കും. ഭയങ്കര അനുസരണ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഇവനെ വഴക്ക് പറയുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. അവൻ്റെ ചേച്ചിക്ക് ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല, ഡാഡിക്കും ഇഷ്ടമല്ല, മമ്മിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മയുടെ പൊന്നിനെ ഒന്നും ഇഷ്ടമില്ല. വഴക്ക് പറഞ്ഞാലേ മമ്മിക്ക് ഇഷ്ടമല്ല. നമ്മുടെ പൊന്നാണ്. നമ്മുടെ പൊന്നി കിടന്നോട്ടെ, അമ്മ വരുന്നേട്ടാ. അങ്കിള് മിഷ്യനൊക്കെ പിടിപ്പിച്ചിട്ട് പോട്ടെ. നമുക്ക് നല്ല വെള്ളം കുച്ചാമേ. ഇത് കിടന്നോട്ടെ. ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. അച്ഛൻ കൊണ്ടുപോയി പുറത്തെ റൂമിൽ. ദീപൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ റൂമിലേക്ക് വന്ന്
ബെഡ്ഷീറ്റ് എന്ത് കോലത്തിലായിട്ടാ ഇത് ഇട്ടേക്കണേ. അവൻ കയറിയിട്ട് ഇവൻ കൂടെ ആക്കും. ജനലടച്ചിട്ട് AC ഇട്ട് കൊടുക്കും കൊച്ചിന്. കുറച്ച് വെട്ടവും വെളിച്ചോ കയറട്ടെ എന്ന്, കുറച്ച് വെട്ടവും വെളിച്ചോ കയറട്ടെ, വെട്ടവും വെളിച്ചോ കയറട്ടെ. പക്ഷെ ഇടയ്ക്ക് വന്ന് നോക്കിയേട്ടാ. അപ്പോൾ അവൻ ഓടി, അവന് ദീപക്കിൻ്റെ ഈ റൂമിലെ പടി കഴിഞ്ഞപ്പോൾ അവൻ ഓടി ഇവിടെ വന്നു. എപ്പോഴും അടച്ചല്ലേ ഇരിക്കുന്ന പൊന്നോ, അടച്ച് ഇരുട്ടടഞ്ഞ് AC ഇടുന്നുള്ളതുകൊണ്ട് അത് തന്നെ. എല്ലാവർക്കും സങ്കടമാണ് കൊച്ചിനെ ഒരു റൂമിലിരുത്തുന്നത്. ഇല്ല, എത്ര പേരാ വന്ന് നോക്കട്ടെ. മമ്മി നോക്കുന്നു, ദീപക്ക് നോക്കുന്നു, അച്ഛൻ നോക്കുന്നു, ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ നോക്കുന്നു, ചേച്ചി നോക്കുന്നു. കൊഞ്ചി 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 എന്തെങ്കിലും ഒരു സ്നേഹത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ കൊഞ്ചലാണി എൻ്റെ മോൻ. അച്ഛ അച്ഛ, നമ്മളെ അനുസരണയുള്ള മോനാണ് അച്ഛ. എല്ലാം ഞാൻ നല്ലപോലെ എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ അറിയാം. ദീപക്ക് തുടച്ചാൽ റൂമിൽ പോകും. നല്ല മോൻ, കിടന്നോട്ടെ, കിടന്നോ. അവരതൊക്കെ ഫിറ്റ് ചെയ്ത് പോട്ടേട്ടെ. അപ്പം അച്ഛൻ നിന്നത് ഏതായാലും നല്ലതായി. ഓഫീസിൽ പോകാതെ നിന്നത് അവർ വന്നപ്പോൾ എനിക്കത് നല്ലതായി. അച്ഛൻ തടവിയോ പൊന്നിന്? അവിടെ അച്ഛൻ തടവിയാണോ പൊന്നിന്? ആമയുടെ പൊന്നിന് അച്ഛൻ തടവിയാണോ പൊന്നിന്? ഇങ്ങനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അവരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം കേട്ടോ. കാരണം എന്തെന്നറിയാമോ, പാവങ്ങളാണ്. അപ്പോൾ ഇവനെ വഴി കൂടെ പോകുന്ന കൊച്ചു കുട്ടികളൊക്കെ തടവും, വലിയ ആൾക്കാർ തടവും, പോകുന്നവരും വരുന്നവരും. അപ്പോൾ എല്ലാവരുടെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒരാളൊക്കെ തടവുന്നതൊക്കെ കാണിക്കുന്നുള്ളൂ. റോഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും അതിനെ കണ്ട് തടവിയിട്ട് പോകും. അവർ ഉള്ള കാലം മൊത്തം നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചവരെ നോക്കുക. നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നോക്കരുത്. നമ്മൾ മനസ്സറിഞ്ഞ് നോക്കുക അവരെ. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കുക അങ്ങനെ. ഇപ്പം നമ്മളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ബെഡ്ഷീറ്റ്, നമ്മുടെ സെറ്റിയൊക്കെ പോയി കിടക്കുന്നതാണ്. എന്നാലും എൻ്റെ മോനിനോട് നമുക്ക് ഒരു വിരോധമില്ല. സെറ്റി അങ്ങ് പൊക്കോട്ടെ, ഇത് നമുക്ക് വേറെ മേടിക്കാം. അല്ല പൊന്നാ, എൻ്റെ പൊന്നിൻ്റെ സ്നേഹം വേറെ കിട്ടൂലല്ലോ. സെറ്റിയിലൊക്കെ ഒരുപാട് മാന്തിയും പറിച്ചും ഷീറ്റൊക്കെ കണ്ടില്ലേ, വിരിച്ചു കഴിഞ്ഞാൽ ഈ കുളകുള കാണിച്ച് ഡെയിലി മമ്മി ഷീറ്റുകളൊക്കെയാണ്. എന്നാൽ സെറ്റി പോയിരുന്നാലും നമുക്ക് വേറെ സെറ്റി മേടിക്കാമെന്നേ, പൈസ കൊടുത്താൽ കിട്ടാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ പൊന്നിൻ്റെ സ്നേഹം ഇതുപോലെ പൈസ കൊടുത്താൽ കിട്ടുമോ? എൻ്റെ പൊന്നിൻ്റെ സ്നേഹം ഇതുപോലെ പൈസ കൊടുത്താൽ കിട്ടുമോ? അല്ലേ? നമ്മൾ മനസ്സറിഞ്ഞാട്ടോ. നമ്മുടെ സെറ്റി അത് ഇതെല്ലാം പോയിരുന്നാലും നമുക്ക് ദുഃഖമൊന്നുമില്ല. കാരണം പാവം നമ്മുടെ അവൻ ജീവിച്ചിരിക്കുന്നവരെ നമ്മുടെ കൂടെ കിടക്കും. അവന് നല്ല ഭക്ഷണം, അവൻ്റെ നല്ല ട്രീറ്റ്മെൻറ്റ്, ഡോക്ടറെ കാണിക്കൽ, അവൻ്റെ മെഡിസിൻ, അവൻ്റെ കാര്യങ്ങൾ. അത് നമുക്ക് മെഡിസിൻ ഇല്ലെങ്കിലും, നമുക്ക് മെഡിസിൻ മേടിക്കാൻ കാശില്ലെങ്കിൽ അവന് മേടിക്കും. ഇല്ലേ പൊന്ന്? അച്ഛ, അമ്മ, ചേച്ചി, ചേച്ചി പിന്നെ എന്ത് സാധനവും വാങ്ങിക്കൊണ്ട് വരും എൻ്റെ പൊന്നിന്. അവൾ എപ്പോഴും ഫോൺ വിളിച്ച് ചോദിക്കും, കൊച്ചിന് ബിസ്ക്കറ്റ് ഉണ്ടോ മമ്മി? കൊച്ചെന്നേ പറയുള്ളൂ കേട്ടോ, അല്ലാതെ അവനെ വേറെ ഒരു രീതിയിൽ എൻ്റെ മോള് വിളിക്കാറില്ല. കൊച്ചിന് ബിസ്ക്കറ്റ് ഉണ്ടോ മമ്മി? അവൾ ബംഗ്ലാദേശിൽ പോട്ടെ, സിംഗപ്പൂർ പോട്ടെ, എവിടെ പോട്ടെ, അവൾ വിളിച്ച് ചോദിക്കും, കൊച്ചിന് ബിസ്ക്കറ്റ് ഉണ്ടോ മമ്മി? കൊച്ചിന് പെഡിഗ്രി ഉണ്ടോ മമ്മി? അവൻ ഇന്ന് എന്ത് കൊടുത്ത് മമ്മി? ഇന്നലെ അവൾ പറഞ്ഞിട്ട് പോയി, മമ്മി അവന് ഡെയിലി തൈര് കൊടുക്കും. അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന കേട്ടോ. ചേച്ചി ചോദിച്ചിട്ട് പോയി, ഡെയിലി മമ്മി അവന് തൈര് കൊടുക്കണുണ്ടോ മമ്മി? കൊച്ചിന് ഡെയിലി തൈര് കൊടുക്കണേ, കാരണം ഡെയിലി തൈരും പഴമൊക്കെ കൊടുക്കണേ, ആപ്പിൾ കൊടുക്കണേ. അവന് ഭയങ്കര ചൂടാണ്, അവൻ്റെ വയറൊക്കെ തണുക്കട്ടെ ഏട്ടാ. എപ്പോഴും മുട്ടയും ചിക്കനും കൊടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ല ഏട്ടാ എന്നൊക്കെ ചേച്ചി ഇന്നലെ പറഞ്ഞിട്ട് പോയി മമ്മിയുടെ അടുത്ത്. ചേച്ചി ഇന്ന് ജോലിക്ക് എപ്പോഴും പറഞ്ഞിട്ട് പോയി, അവന് തൈരൊക്കെ ഡെയിലി കൊടുക്കണുണ്ടാവും മമ്മി, കൊച്ചിന് കൊടുക്കണുണ്ടാവും മമ്മി. അപ്പം ഞാൻ അവന് കൊടുക്കണുണ്ട്, നീ പറയണോ? എനിക്ക് അറിഞ്ഞൂടെ? ഡെയിലി അവന് പഴവും ഇതൊക്കെ കൊടുക്കണം, അവൻ്റെ വയറൊക്കെ തണുക്കണം. വെള്ളം ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ അവൻ തണുപ്പത്ത് ചൂടത്ത് അവന് ഇഷ്ടം പോലെ കുടിക്കുന്നതാണ്. നമ്മുടെ മരണം വരെ എൻ്റെ ആയുസ്, ഞാൻ മരിച്ചതിന് ശേഷം എപ്പോഴും എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മരിക്കുന്നവരെ എൻ്റെ പൊന്നിനെ നന്നായിട്ട് നോക്കും, വാരിക്കൊടുക്കും. എല്ലാം നല്ല പൊന്നിൻ്റെ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം പൊന്നും അനുഭവിക്കും, പൊന്നിൻ്റെ സ്നേഹം ഞങ്ങളും അനുഭവിക്കും. അല്ലേ പൊന്ന്? ചിടും. അപ്പോൾ ഇവിടെ കിടന്നു കേട്ടാ. കുറച്ച് നേരം ഈ ജനലൊക്കെ തുറന്നൊന്ന് വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ട് ഡാഡി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ഇവിടെ കിടക്കാൻ വരുമ്പോൾ AC ഇട്ട് തരും.
കേട്ടോ. അപ്പം ഇച്ചിരി വെട്ടം വെളിച്ചമൊക്കെ വരട്ടെ, ഇല്ലെങ്കിൽ റൂമൊക്കെ ആകെ ഇതാവൂലേ പൊന്നാ. കിടന്നു കേട്ടാ. ദീപക്ക് പോകുമ്പോൾ ടാറ്റ പറയണേ. ടാറ്റ പറയുമല്ലോ എൻ്റെ പൊന്നുമോൻ. ടാറ്റ എങ്ങനെ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക്, ആൻറ്റിമാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. കേട്ടോ കേട്ടോടാ കള്ള. നമ്മുടെ പൊന്നു കടിച്ച് തിന്നോടി. അടി കടിച്ച് തിന്നോടി, നിന്നെ കടിച്ച് തിന്നോടി. ദിവക്ക് വന്നേ. അയ്യോ ലോകച്ചേ അവിടെ ലേബേഴ്സ് ടാറ്റ നമുക്ക് പിന്നെ പറയാം. അവിടെ ആൾക്കാരുണ്ട്, മോനെ കണ്ട പേടിക്കും. ടാറ്റ ദീപക് ടാറ്റ പറയുന്നത് എങ്ങനെ ടാറ്റ പറയുന്നത് ദീപക്കിനെ? ഓഷ് ടാറ്റ പോലോ, ഓഷ് ടാറ്റ പോലോ. ഗുഡ് ബോയ് टाटा 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 देखी तो ठीक है ഇപ്പോൾ ദീപക്കിന് ടാറ്റ കൊടുത്തുണ്ട്. എൻ്റെ പുന്നാര ഇരുന്നിട്ട് ഇങ്ങനെ ടാറ്റ കൊടുത്തുണ്ടോ? ഇങ്ങനെ കണ്ടല്ലോ ഫ്രണ്ട്സ്, എൻ്റെ മോന് ഇരുന്നിട്ട് ടാറ്റ കൊടുത്ത്. എൻ്റെ അമ്മ പൊന്നോ മറ്റേ കൊച്ചുകൂടെ കച്ചടി. എങ്ങനെ ദീപക്കിന് ടാറ്റ കൊടുക്കുന്ന പൊന്നാ? ദീപക്കിന് ടാറ്റ പറ. ഇപ്പം കൊടുത്തല്ലോ പൊന്ന്. ഒന്നും കൂടെ ഈ ചേച്ചിമാരെ, ആൻറ്റിമാരെ, അങ്കിൾമാരെ കാണട്ടെ. ടാറ്റ കൊടുത്തേ. ദീപക്കിന് ടാറ്റ കൊടുത്തേടാ. കൊടുക്ക്. ദീപക്ക് ടാറ്റ പറയുന്നത്. ദീപക്ക് ഇവനും ഭയങ്കര ബോണ്ടാണ് കേട്ടോ, ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ആ खाए दोई कोलाटा अंजू बार बोल के गई थी मम्मी ओ दोई कोलाटा सभी दे गरम अच्छे. ടാറ്റ പറ ദിവക്കിന് എങ്ങനെ തന്നിനോ ടാറ്റ കൊടുക്കണി പൊന്നോ. ദിവക്കിന് ടാറ്റ കൊടുത്തേ. ടാറ്റ കണ്ടല്ലോ. വെരി ഗുഡ് ബോയ് മമ്മ ചേലെ ഗുഡ് ബോയ്. ഭലോ ചേലെ നല്ല മോനാണ് കേട്ടോ. അല്ല അനുസരണമുള്ള. കണ്ടല്ലോ ഫ്രണ്ട്സ്, എത്ര പ്രാവശ്യം ടാറ്റ കൊടുക്കുന്നോന്ന് കണ്ട. ഭയങ്കര ചൂട്. പോ, എന്തായാലും ചൂടാണ് പൊന്നാ. കയറിക്കോ. ആരാ വന്നേ പൊന്നോ? ആരോ ഗേറ്റ് തുറന്നു, അതായി നോക്കുന്നു കേട്ടോ. ആരോ വന്നേ, നോക്കട്ടെ. നമ്മുടെ പഴയ അക്വഗാർഡ് മാറ്റി ഇപ്പോൾ പുതിയത് പിടിപ്പിച്ചു കേട്ടോ. അതെ, ഇത് കണ്ടോ, ഇതാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പഴയത് അധികമൊന്നും ചീത്തയായിട്ടില്ല, എന്നാലും കുറച്ച് ചീത്തയായിരുന്നു. വെള്ളത്തിനൊക്കെ മാറ്റം വന്നപ്പോൾ ഞങ്ങളത് മാറ്റി ഇന്നപ്പോൾ പിടിപ്പിക്കാൻ വന്നു. അതുകൊണ്ട് എൻ്റെ മോൻ അകത്തിരിക്കുന്ന കേട്ടോ. 2 ലേബേഴ്സ് ഉണ്ടായിരുന്നു, ഒരാളുണ്ട്, ഒരാൾ പോയി. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഫിറ്റ് ചെയ്ത അക്വഗാർഡ്. കണ്ടില്ലേ? ഇന്ന് വെള്ളം കുടിച്ചു നോക്കട്ടെ. വന്നോ, വാ, നമുക്ക് മിഷ്യൻ കാണണ്ടേ? വാ, തന്നെയേ നിങ്ങൾ. നല്ല വെള്ളമൊക്കെ കുടിക്കാട്ടോ. വാ, ഇത് കണ്ടോ നീ? ഇവിടെ വാ കണ്ടോ? എൻ്റെ മോൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കണ്ടോ പൊന്ന്? കണ്ടോ? നോക്കുന്ന കണ്ടോ? എൻ്റെ മോൻ മിഷൻ നോക്കുന്ന കണ്ടോ? തുടച്ചെടുക്കട്ടെ മാമ. അതേ ഇവിടെയൊക്കെ ചീത്തയാക്കി തുടച്ചൊക്കെ എടുത്ത് എല്ലാം എടുത്ത്. ഇത് ഡ്രെയിനേജിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ ചീത്ത വെള്ളം പോകാനുള്ള ഇതാ. ഇവിടെയൊക്കെ ചീത്തയായി. അവർ ഡ്രില്ലർ മെഷീൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചീത്തയായിപ്പോയി. കണ്ട എൻ്റെ മോന് നല്ല വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എൻ്റെ മോൻ വന്ന് ഫിൽറ്റർ നോക്കിയത് കണ്ടോ. അപ്പോൾ അതാണ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും പണിക്കാരൊക്കെ പോയി. മോനല്ല അനുസരണയോടെ ഇരുന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.